ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമാകൃഷ്ണൻ. അപ്പോൾ ഇന്ന് ഇത് റവയാണ്. അപ്പോൾ ഈ റവ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു 4 മണി പലഹാരം, അതല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു വീഡിയോ. നമുക്കിത് റവ ബോൾസ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മെത്തേഡ് മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ അത് നമുക്ക് എന്തെന്ന് മനസ്സിലാകും. ഞാനിവിടെ ഒരു 1/2 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ റവയ്ക്ക് ഞാൻ ഒരു ക്യാരറ്റും ഒരു സവോളയും ഇതുപോലെ ഒരു ക്യൂബ്സ് ആ ഒരു ഷേപ്പിന് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ പിന്നീട് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ, അത് നന്നായിട്ട് ചിരകിയത്, അതുപോലെ ഒരു 2 തണ്ട് പുതിനയില, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ റവയൊന്ന് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് ഉപ്മാവിൻ്റെ ഒരു പാകത്തിന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. റവ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഇഞ്ചി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടായിരുന്നു, അത് അതിനകത്ത് ചേർത്ത് കൊടുത്തു. അതുപോലെ 1 പച്ചമുളക് അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിലൂടെ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളവും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ അളവിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നന്നായിട്ട് അത് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചത് വേവിച്ച് കുഴച്ച ആ ഒരു കുഴഞ്ഞ പരുവത്തിൽ, ഉപ്മാവ് പരുവമല്ല, നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചേറെ ചേർക്കണം. നമുക്കൊന്ന് എന്തായാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് കുഴച്ച് എടുക്കണം. നമുക്ക് ആ ഒരു ഉരുണ്ട് വരുന്ന, നമുക്കൊരു ഉരുള എടുക്കണം. ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടണം. ഉപ്മാവുമ്പോൾ അങ്ങ് വളരെ ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവരുത്. നമുക്ക് ഈ കുഴച്ച് ഉരുട്ടിയെടുക്കുന്ന പാകത്തിന് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിനി ആറുന്നത് വരെ നമുക്ക് ഇപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട്. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല ബോൾസ് നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ തടവിയിട്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം തന്നെ നമുക്കിതുപോലെ ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ബോളാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഇഡ്ഡലിക്കുട്ടവും വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ ബോളും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ്. ഇത് നമുക്ക് ഇത് കറക്റ്റ് പറഞ്ഞാൽ ഇത് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഒരു ഉരുളയായിട്ട് അല്ലെങ്കിൽ ബോൾസായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ബോൾസ് എല്ലാം നമുക്ക് ഇതിൽ വെച്ച് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് സ്റ്റീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇതിൽ നിന്നും നമുക്ക് മാറ്റാം. അതുവരെ നമുക്ക് അപ്പം ഇത് ഏകദേശം ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതെടുത്ത് മാറ്റിയത്. നമ്മൾ ചൂടോടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെടുത്ത ബോൾസൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇളം ചൂടോടെ അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഇഡലി തട്ടിയിൽ നിന്നൊക്കെ ഇഡലി മാറ്റുന്നത് പോലെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് മാറ്റാം. ഞാൻ വീണ്ടും പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ്, 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ്,
അതുപോലെ കടലപ്പരിപ്പ്, കടുക്, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടട്ടെ, വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും സവോളയും അതുപോലെ പച്ചമുളക്, പിന്നീട് കറിവേപ്പില, മല്ലിയില, പുതിനയില ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നീട് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന ഒന്നാണ് കായപ്പൊടി. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറട്ടെ. അപ്പം നമ്മുടെ കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ബോൾസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ബോൾസ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഓരോ സൈഡിൽ നിന്നും നമുക്ക് ജസ്റ്റ് ആ ഒരു ഇതുപോലെ നമുക്കൊരു വശത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് പോർഷനിലേക്ക് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റവ വെച്ചിട്ടുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഞാൻ ഈ ചട്നിയുടെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ചട്നി എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഇത് വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചട്നിയും വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചട്നിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ID കൊടുത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ചട്നി തയ്യാറാക്കുന്നതെന്ന് കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു.